السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുറച്ച് നാളുകളായി മുസ്ലിയാക്കന്മാരിൽ ഒരു ചെറിയ വിഭാഗം മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുക എന്ന ഒരു രീതി സ്വീകരിച്ചു വരികയാണ്. അതിനവർ പറയുന്ന ന്യായം രാഷ്ട്രീയക്കാർ സമസ്ത രാഷ്ട്രീയക്കാരുടെ മൂടുതാങ്ങികളായി മാറി എന്നാണ്. ഏതാണ് ഈ രാഷ്ട്രീയക്കാർ? ഏത് രാഷ്ട്രീയക്കാരൻ്റെ മൂടാണ് സമസ്ത താങ്ങിയത്? ഇതിനെക്കുറിച്ച് ശരിക്ക് ചോദിച്ചാൽ ഈ പറയുന്ന ചെറുമൊയ്യാക്കൂട്ടത്തിന് വയറിളകും. കാരണം അത്രയും ചരിത്രത്തിൻ്റെയും കഴിഞ്ഞ കാല സംഭവങ്ങളുടെയും പിൻബലത്തോടു കൂടിയാണ് മുസ്ലിം ലീഗും സമസ്തയും ചേർന്ന് നാളിതുവരെയായി പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയക്കാരെ എന്ന് പറഞ്ഞ് സമസ്തയിലെ ഒരു വിഭാഗം തങ്ങളുടെ ഇംഗിതത്തിന് നിൽക്കാത്ത പണ്ഡിതന്മാരെ ആക്ഷേപിക്കാനും അവരുടെ ശക്തി കുറച്ചു കാണിക്കാനും വേണ്ടി സമസ്തയിലെ അധികാരമോഹികളായ കുറച്ച് മുസ്ലിയാക്കൂട്ടം, പഴയ കാലത്തുള്ള ആലിമീങ്ങളില്ല, കുറച്ച് മുസ്ലിയാക്കൂട്ടം, അധികാരമോഹമാണ് അവർക്ക് അധികാരമോഹവും അവർക്ക് ചിലതൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന വെപ്രാളം, ചിലതിനോടുള്ള ഒരു അഭിനിവേശം. ഏതിനോടുള്ള അഭിനിവേശം? 89 മഹാനായ ശംസുൽ ഉലമ AP അബൂബക്കർ മുസ്ലിയാർ, ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, മഹാന്മാരായ ഇവരൊക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ഇവരെയൊക്കെ എതിർത്തുകൊണ്ട് പുറത്ത് ചാടിപ്പോയ AP കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വൻ വിജയം ആ രംഗത്ത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇന്ന് അദ്ദേഹം എവിടെയാണ് നിൽക്കുന്നത്, എത്ര ഉയർച്ചയിലാണ് ഭൗതികമായി അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്ഭുതം തോന്നുന്ന ഒരു മേഖലയിലേക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എത്തിപ്പെട്ടു. കാന്തപുരം പോലെ ഞങ്ങൾക്കും സമസ്തയിൽ നിന്ന് തെറ്റി ഒന്ന് പുറത്തു ചാടിയാൽ ഞങ്ങളുടെ കയ്യിൽ ഏത് കൈമുതൽ ഉപയോഗിച്ചാണോ AP കാന്തപുരം ഈ ജനങ്ങളെ വശീകരിച്ച്, ഈ അറബികളെ വശീകരിച്ച് ഇത്രയും സമ്പന്നനായി മാറിയത്, അതേ ആയുധം നമുക്കും സമസ്തയ്ക്ക് നേരെയും ലീഗിന് നേരെയും ഉപയോഗിച്ചാൽ നമുക്കും സമ്പന്നനാകാം. AP കാന്തപുരം എത്തിപ്പെട്ട അതേ മേഖലകളിലൊക്കെ അതേ വലിപ്പത്തിൽ നമുക്കും ആകാം എന്ന ചിന്താഗതിയോടുകൂടെ, വേറെ ഒന്നും അവർക്ക് ഉദ്ദേശമില്ല. അവർക്ക് ഇത്രേ ഉദ്ദേശമുള്ളൂ. സമസ്തയിൽ നിന്ന് കാന്തപുരം പുറത്തു പോയപ്പോൾ കാന്തപുരം ഉപയോഗിച്ച ഒരു കാന്തപുരത്തിൻ്റെ ഒരു കൈമുതലുണ്ട്. അതെന്താ? സുന്നി. വേറെ പ്രശ്നമൊന്നുമില്ല. സുന്നി, മുഹീദ്ദീൻ ശൈഖ്, റിഫായി ശൈഖ്, മടവൂർ സുന്നി. ഈ സുന്നി പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾ കാന്തപുരത്തിന്റെ പിന്നിൽ കൂടിയത് ഈ സുന്നി പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്കും ശക്തമായ സുന്നി പറയുക, ശക്തമായ സുന്നി പറഞ്ഞ് നമ്മളും രംഗത്ത് വന്നാൽ നമുക്കും ഒരു ചെറിയ കാന്തപുരമായി മാറാൻ കഴിയും. അതിനുള്ള സമ്പത്തും ആൾബലവും നമുക്കും കിട്ടും എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെ ചില ക്ഷേത്രക്കടവന്മാരും മറ്റും ഒക്കെ രംഗത്ത് വന്ന് തക്ബീർ തൊഴിലാളികളെ രംഗത്തിറക്കിക്കൊണ്ട് സമസ്തയ്ക്കും ലീഗിനുമെതിരെ പടയണി ഒരുക്കുകയാണ്. ലീഗിനെതിരെയും സമസ്തക്കെതിരെയും ഒരു പടയണി ഒരുക്കുക. കാന്തപുരം മോഡൽ. കാന്തപുരം എന്തായിരുന്നു മോഡല്? കാന്തപുരം എവിടെ പ്രസംഗിച്ചാലും തക്ബീർ ചൊല്ലാൻ കുറെ ആളുകളെ മുൻകൂട്ടി ഏർപ്പാട് ചെയ്യുന്ന കുറെ പൈലറ്റ് പ്രാസംഗികന്മാർ കാന്തപുരത്തിന് അക്കാലഘട്ടത്തിലുണ്ടായിരുന്നു.
ഏത് കാലഘട്ടത്തിൽ 89 സമസ്തയിൽ നിന്ന് പുറത്തു പോകുന്ന ആ കാന്തപുരത്തിന് കുറെ തക്ബീർ തൊഴിലാളികളെയും കാന്തപുരം വരുന്നതിന് മുമ്പ് സ്റ്റേജിൽ കാന്തപുരത്തെ പർവ്വതീകരിച്ച് കാന്തപുരത്തിന്റെ അത്രയും വലിയൊരു മനുഷ്യൻ ഭൂലോകത്ത് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനുമില്ല എന്ന് പറയാൻ വേണ്ടി ഒരു പൈലറ്റ് പ്രാസംഗികന്മാരായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ചില സമ്മേളനത്തില് അവരുടെ വലിയ നേതാവ് വരുന്നതിന് മുമ്പ് ആ നേതാവിനെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ചില ചോട്ടാ നേതാക്കന്മാരെ ചുമതലപ്പെടുത്തുന്നത് പോലെ കാന്തപുരത്തെ പർവ്വതീകരിക്കാനും കാന്തപുരം പറഞ്ഞിരിക്കുന്ന സുന്നീസത്തെ പർവ്വതീകരിക്കാനും ചില പൈലറ്റ് പ്രാസംഗികന്മാരെ അറേഞ്ച്മെന്റ് ചെയ്തിരുന്നു. ആ പൈലറ്റ് പ്രാസംഗികന്മാർ കാന്തപുരത്തിനെ ഒന്നുമില്ലാതെ തൊടാൻ പാടില്ലെന്നും അത്ര മഹത്വമുള്ളതാണെന്നും സുന്നീസം അത്ര എന്ന് പറഞ്ഞ് സുന്നീസം കാന്തപുരം ഇത് പറഞ്ഞാണ് ഇവിടം വരെ കാന്തപുരത്തെ എത്തിച്ചത്. അതുപോലെ നമ്മളെയും ഈ പരുവത്തിൽ ഒരു ചെറിയ ചിന്ന കാന്തപുരം ആകാൻ കഴിയണമെങ്കിൽ കുറച്ച് തക്ബീർ തൊഴിലാളികളെ സംഘടിപ്പിക്കുക. അങ്ങനെ കുറച്ച് ഇപ്പോൾ ഈ ക്ഷേത്രക്കടവന്മാരും ഒക്കെ പോണോടത്തിൽ കുറച്ച് തക്ബീർ തൊഴിലാളികളെ നേരത്തെ കൂട്ടി അറേഞ്ച് ചെയ്യും. എന്തെങ്കിലും ലീഗ് വിരുദ്ധ വർത്താനം പറയുമ്പോൾ ഉടനെ അല്ലാഹു അക്ബർ ഈ തക്ബീർ തൊഴിലാളികളെ നേരത്തെ കൂട്ടി കുറെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഇവരുടെ ഈ എൻട്രി ഉണ്ട്, ഇവർ വന്ന ആ സദസ്സിലേക്ക് കയറുന്നതിന്റെ ഒരു എൻട്രി ഒക്കെ എടുത്ത് അതൊക്കെ യൂട്യൂബിലിട്ട് ആവേശം കൊള്ളിപ്പിച്ച് മുസ്ലിം ലീഗ് വിരുദ്ധ സുന്നീസം മാത്രമാണ്, ഞങ്ങളാണ് സുന്നി, കാന്തപുരവും സുന്നി അല്ല, ഞങ്ങളാണ് സുന്നി എന്ന് പറയുന്ന കുറെ മൂല്യാക്കൂട്ടങ്ങളെ ഇപ്പോഴും നമ്മൾ കാണാനിടയായിരിക്കുകയാണ്. അവരിപ്പോ പറയുന്ന കാരണം എന്താ? ലീഗ് വഹാബിയാണ്. ലീഗിന്റെ തലപ്പത്തും ലീഗിനകത്തും വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയപ്പെട്ടവരൊന്നും ഇല്ലാത്ത കാലമെന്ന ഈ ക്ഷേത്രക്കടവന്മാരും മറ്റുള്ള കടവന്മാരും ഒക്കെ നിങ്ങളൊക്കെ ലീഗിന് വേണ്ടി പറയുകയും നിങ്ങളൊക്കെ ലീഗിന്റെ കൂടെ നിൽക്കുകയും ചെയ്ത കാലത്ത് ഈ ലീഗിന്റെ നേതൃത്വത്തിൽ വഹാബികളില്ലായിരുന്നോ? ബഹുമാന്യനായ മർഹൂം മെഹബൂബിന്റെ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ക്ഷേത്രക്കിളവന്മാരെ നിങ്ങൾ പറയുന്ന സുന്നിയാണോ? എത്ര വർഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ തലപ്പത്ത് സുലൈമാൻ സേട്ട് ഉണ്ടായിട്ട് അന്ന് ലീഗിൽ വഹാബിസം കണ്ടെത്താത്ത നിങ്ങൾ ഇന്ന് എവിടെ നിന്നായി വഹാബിസം കണ്ടെത്തുന്നത്? കോഴിക്കോട് ജില്ലയിലുണ്ടായിരുന്ന PM അബൂബക്കർ അഖിലേന്ത്യാ ലീഗിലുണ്ടായിരുന്ന വ്യക്തിയാണ്, വഹാബി അല്ലായിരുന്നോ? ഇടവണ്ണക്കാരനായ സീതി ഹാജി മുസ്ലിം ലീഗുകാരനായിട്ട് ഇവിടെ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്ത് നിയമസഭയിലൊക്കെ എത്തി ചില വകുപ്പ് കാര്യങ്ങളിലൊക്കെ അധികാര കസേരയിലൊക്കെ എത്തിപ്പെട്ട സീതി ഹാജി മുസ്ലിം ലീഗ് അല്ലായിരുന്നു, വഹാബി അല്ലായിരുന്നോ? ഇവിടെ എവിടെയാ മുസ്ലിം ലീഗിൽ വഹാബിയും സുന്നീസവും വഹാബികളും സുന്നത്തിയമായിട്ടും രണ്ടുപേരും ഇല്ലാത്തൊരു സമ്പ്രദായം ഒരു കാലമെന്ന അത് നിങ്ങൾക്ക് പറയാമോ? അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന കോഴിക്കോട് പലചരക്കിന്റെ ഹോൾസെയിൽ വ്യാപാരിയായ അരിക്കച്ചവടക്കാരനായി കാണപ്പെട്ടിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന മഹാനായ ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പ്രിയമുള്ള സഹോദര, അന്നത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുജാഹിദിന്റെ സ്ഥാപക നേതാവ് തന്നെ KM മൗലവി ആയിരുന്നില്ലേ? അന്ന് നിങ്ങളോ നിങ്ങളുടെ തൊട്ടു മുന്നിലുള്ള പിതാക്കന്മാരോ ലീഗിനെ അക്കാരണം പറഞ്ഞ് തള്ളി പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം ലീഗിൽ മുജാഹിദ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞോ? വാണിയമ്പലത്തിന്റെ കാലത്ത് തള്ളിപ്പറഞ്ഞോ? മഹാനായ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരെക്കാളും വലിയ സുന്നി ആണോ നിങ്ങൾ? ആ വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ മുസ്ലിം ലീഗിൽ വഹാബിയാണെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെയ്ഖുൽ ഹദീസ് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം മുസ്ലിം ലീഗുകാരനായിരുന്നു. മുസ്ലിം ലീഗുകാരനായി ഇവിടെ ജീവിക്കുമ്പോൾ ഈ മുസ്ലിം ലീഗിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ മുജാഹിദ് ഉണ്ടായിരുന്നില്ലേ?
ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഈ സംഭവം നിങ്ങൾ ഓർക്കുന്നില്ലേ? ബഹുമാനപ്പെട്ട KK ഹസ്രത്ത്, അബൂബക്കർ ഹസ്രത്ത്, ബഹുമാന്യനായ പട്ടിക്കാട് ജാമിയാനൂരിയയിൽ ഉൾപ്പെടെ സമസ്തയിലും ഒക്കെ സജീവ നേതാവായിരുന്ന ആ മനുഷ്യൻ ഇവിടെ ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗ്, അന്നത്തെ മുസ്ലിം ലീഗ് തന്നെയല്ലേ ഇന്നും? എവിടെയാണ്, എന്നാണ് മുസ്ലിം ലീഗിന് ഈ മാറ്റം വന്നത്? മുസ്ലിം ലീഗ് പാണക്കാട് PMS പൂക്കോയ തങ്ങൾ പ്രസിഡന്റായി കേരളത്തിൽ. പിന്നീട് പാണക്കാട് തങ്ങൾ PMS പൂക്കോയ തങ്ങളുടെ മകൻ പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ പ്രസിഡന്റായി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ പ്രസിഡന്റായിക്കൊണ്ട് ഇപ്പോഴിങ്ങനെ ജൈത്രയാത്ര തുടരുകയല്ലേ? നിങ്ങളൊക്കെ ഈ പറഞ്ഞ ആരോപണങ്ങൾ അന്ന് ഉന്നയിച്ച ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ഏതെങ്കിലും ഒരു സമസ്തയിലെ ആരും നിങ്ങൾ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉന്നയിച്ചിട്ടുണ്ടോ മുസ്ലിം ലീഗിൽ വഹാബികളുണ്ട്, അതുകൊണ്ട് മുസ്ലിം ലീഗ് പാടില്ല എന്ന്? ശംസുൽ ഉലമ ഉന്നയിച്ചിട്ടുണ്ടോ? പറവണ്ണ ഉന്നയിച്ചിട്ടുണ്ടോ? അങ്ങനെ എത്ര പണ്ഡിതന്മാർ ഇവിടെ മൺമറഞ്ഞു പോയടോ. ഒരൊറ്റ എണ്ണം മുസ്ലിം ലീഗിൽ വഹാബിമാരുണ്ട് എന്ന ആരോപണം പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിനെ എതിർത്തിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും മുസ്ലിം ലീഗിൽ വഹാബികളുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയക്കാര്, ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരനല്ലാതെ ഇവിടെ ആരാ ഉള്ളേ? ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഒരു രാഷ്ട്രീയം വേണമല്ലോ. നീയൊക്കെ പറ എന്നാ നമുക്ക് സ്വീകരിക്കാൻ പറ്റിയ രാഷ്ട്രീയം ഏതാണെന്ന് പറ, അതിന് നമ്മളങ്ങ് മെമ്പർഷിപ്പ് എടുക്കാം. മുസ്ലിം ലീഗ് വഹാബിയൊക്കെ ആണോട്ടെ എന്നാ നമുക്ക് അടുത്തൊരു പ്രസ്ഥാനം ചൂണ്ടിക്കാണിച്ചതാണോ? എന്നാ അതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ ഞങ്ങൾക്ക്. ഇന്ന് മുസ്ലിം ലീഗിനെയും രാഷ്ട്രീയക്കാരെന്ന് വാദോരാതെ ഇന്ന് പ്രസംഗിക്കുന്ന ഒരു കാസിമി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം, നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അറബി ഭാഷയിൽ മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന ഇന്നുമുള്ള പള്ളിയാണ് തിരുവരങ്ങാടി PSMO കോളേജിലെ ജുമാഅത്ത് പള്ളി. ആ പള്ളിക്ക് തറക്കല്ലിട്ടത് സയ്യിദ് റഹ്മാൻ ബാഫഖിയാണ്. നേരാണ്. അതിന്റെ ചുമരിൽ ഇന്നും ആ പലക കാണാം, ശിലാസ്ഥാപനം സയ്യിദ് റഹ്മാൻ ബാഫഖി. അതെങ്ങനെ ഒരു മുജാഹിദിന്റെ പള്ളിക്ക് ഇത്ര വലിയ ഫണ്ടമെന്റിസ്റ്റ് ആയ സയ്യിദ് എങ്ങനെ തറക്കല്ലിടുന്നു? അത് കേരളത്തിന്റെ ഒരു മനസ്സാണ്. കാരണം അവരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാവുന്ന ഒരാളാണ്. ഒക്കെ അങ്ങനെ തന്നെ. എന്റെ നാട്ടിൽ അൽബിക്കുട്ടിയാക്കാണ് നിലമ്പൂരിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിനും കൊണ്ടുവന്നതും ലീഗ് കൊണ്ടുവന്നതും അൽബിക്കുട്ടിയാക്കാണ്. വഹാബ് സാഹിബിന്റെ വാപ്പ രണ്ട് സമയത്ത് ഒരേ സമയത്ത് രണ്ട് സാധനം അവർ കൊണ്ടുവന്നിട്ടുണ്ട് നിലമ്പൂരിലേക്ക്. ഒന്ന് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നത് അൽബിക്കുട്ടിയാക്കാണ്. ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് അൽബിക്കുട്ടിയാക്കാണ്. ഈ അൽബിക്കുട്ടിയാക്കാന്റെ മകൻ വഹാബിന് ഒരു സ്വന്തം പള്ളിയുണ്ട് ആ റോഡ് സൈഡിൽ. പള്ളി പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടതാരാ? ഉടനെ പറഞ്ഞു അതാരാ എല്ലാവരും പറഞ്ഞു. സുല്ലമുസ്സലാമിന്റെ കലണ്ടറും ചന്ദ്രികയുടെ കലണ്ടറും രണ്ടും വഹാബ് സാഹിബിന്റെ പള്ളിയിൽ തൂക്കും. വേറെ ഒന്നുമില്ല. സമസ്തന്റെ കലണ്ടർ ഇല്ല, പിന്നെ AP ഭാഗത്തിന്റെ കലണ്ടർ ഒന്നുമില്ല. രണ്ട് കാര്യമാണ് ആ പള്ളിയുടെ ഒരു പള്ളി കലണ്ടർ നോക്കിയിട്ടാണ് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ കലണ്ടർ നോക്കിയാണ് നമ്മൾ പള്ളിയെ മനസ്സിലാക്കുക. വഹാബ് സാഹിബിന്റെ പള്ളിയിൽ വഹാബ് സാഹിബിന്റെ സ്വന്തം ഭൂമിയിൽ സ്വന്തം പൈസ കൊടുത്ത് പള്ളി ഉണ്ടാക്കി. രണ്ട് കലണ്ടർ നോക്കിയിട്ടുണ്ട്. ഇത് രണ്ടാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു കലണ്ടർ ചന്ദ്രിക, ഒരു കലണ്ടർ സുല്ലമുസ്സലാമിന്റെ. അങ്ങനെ രണ്ട് കലണ്ടർ ഉണ്ട് അവിടെ. അവരെ വാപ്പ അങ്ങനെ കറകളഞ്ഞ അവിടുത്തെ മുജാഹിദുമാണ്, കറഞ്ഞ ലീഗുകാരനാണ്. അവരോടൊക്കെ കലകറഞ്ഞ സുന്നിയും കറകളഞ്ഞ ലീഗുകാരുമായി സഹകരിച്ച ഒരാളെ മകനാണ് ഞാൻ. അങ്ങനെയായിരുന്നു അവരൊക്കെ ജീവിച്ചിരുന്നത്. അപ്പൊ പള്ളി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഇനി ആരാണ് ഉദ്ഘാടനത്തിൽ? അപ്പൊ ആര് പറഞ്ഞു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനം പാണക്കാട്ട് തന്നെ ശിഹാബുങ്ങളെ കൊണ്ടുവരാണ്. ശിഹാബുദങ്ങൾ വന്നപ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട അവരെ ആരാധനയും രീതികളൊക്കെ നിർവഹിക്കുന്ന ഒരു പള്ളിയാണ്. പള്ളിന്റെ ഒരു സൈഡിൽ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി സുന്നികളായ നമ്മളാരും ആ പള്ളി ഉദ്ഘാടനത്തിന് സ്വാഭാവികമായും പോകില്ലല്ലോ. കാരണം അങ്ങനെയാണല്ലോ, രാഷ്ട്രീയമൊക്കെ അങ്ങനെയാണെങ്കിലും പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു സംഗതിയാണല്ലോ. ഏതായാലും ഉദ്ഘാടനത്തിന് തങ്ങളെ കൊണ്ടുവന്നു. ഇത് നടന്ന കാര്യമല്ലേ? നടന്നിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിലമ്പൂർക്കാരനല്ലേ? നടന്നു. നിങ്ങൾ കുറെ ആളുകൾ പറയാണ് അതൊന്നും നടക്കൂല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നടന്നല്ലോ, ഉണ്ടായല്ലോ, നടന്നല്ലോ.
പള്ളി ഉദ്ഘാടനം കഴിഞ്ഞു തിരിച്ച് പള്ളി തങ്ങുമ്പോ തങ്ങളെ ചെരുപ്പ് കാണാനില്ല. അപ്പോൾ വഹാബ് സാഹിബിന്റെ കമന്റ്, തങ്ങളെ ഞങ്ങൾ മുജാഹിദാണെങ്കിൽ നിങ്ങളെ ബർക്കത്തിനൊക്കെ വിശ്വാസം ഉണ്ടോ? ഏതെങ്കിലും മുജാഹിദ് ബർക്കത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഇതാണ് കേരളം. അദ്ദേഹം അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാവോ? കീരിയും പാമ്പും പോലെ ഇരിക്കുന്ന സുന്നികളെയും സുന്നത്ത് ജമാഅത്തിനെയും വഹാബികളെയും ഒരു വേദിയിൽ എത്തി യോജിപ്പിച്ച് സമുദായത്തിൽ പ്രശ്നമില്ലാതെ കൊണ്ടുപോയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരാടാ? ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കീരിയും പാമ്പിനെ യോജിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നാരാ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്റെ ചോദ്യമല്ല, ഇത് കാസിമിയുടെ ചോദ്യമാണ്. എന്താ ചോദ്യം? കീരിയും പാമ്പും പോലെ നിന്ന സുന്നത്ത് ജമാഅത്തിനെയും വഹാബികളെയും ഒരു വേദിയിൽ ഒരു പ്രശ്നവുമില്ലാതെ ഒരുമിച്ചിരുത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ പിന്നെ ആരാടാ എന്നാ കാസിമി ആ പ്രസംഗത്തിൽ ചോദിക്കുന്നത്. അതിനയാൾ കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം എന്താ? PSM കോളേജിന്റെ അവിടെ തിരുരങ്ങാടി ജുമാഅത്ത് പള്ളി അന്ന് ഉദ്ഘാടനം, അന്ന് പള്ളിക്ക് കല്ലിട്ടത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളാണ്. പള്ളി തിരുരങ്ങാടി പള്ളി മുജാഹിദിന്റെ പള്ളിയാ, സലഫി പള്ളിയാ, മുജാഹിദിന്റെ പള്ളിയാ. പക്ഷെ മുജാഹിദിന്റെ പള്ളിക്ക് തറക്കല്ലിടാൻ മുജാഹിദുകാർ ഉപയോഗിച്ചതാരെയാ? സുന്നികളുടെ കടുത്ത സുന്നിയായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളെന്ന മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനെ. അങ്ങനെ അവിടെ ചെയ്യിപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ യോജിച്ച് മുന്നേറണം, ഐക്യത്തോടെ മുന്നേറണം, ശിഥിലമാകരുത്, ഭിന്നിക്കരുത്, അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ നീങ്ങണമെന്ന ഖുർആനിന്റെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുകയാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങളെ കൊണ്ട് കല്ലിടിപ്പിക്കൽ വഴി ആ മുജാഹിദുകാർ ചെയ്തത്. ഇതേ കാസിമിയുടെ പ്രസംഗത്തിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ നാട് നിലമ്പൂരിനടുത്തുള്ള മൂത്തേടമാണല്ലോ. ആ നിലമ്പൂരിലെ പ്രബലനായ പണക്കാരൻ, പ്രബലനായ സമ്പന്നൻ, ഇന്ന് മുസ്ലിം ലീഗിന്റെ MP ആയിരിക്കുന്ന PV അബ്ദുൽ വഹാബിന്റെ പള്ളി സ്വന്തമായി സ്ഥലത്ത് പൈസ മുടക്കി സ്വന്തമായി ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയൊക്കെ നിർമ്മിച്ചപ്പോൾ ആ പള്ളിയുടെ ഉദ്ഘാടനം വന്നപ്പോൾ ആര് വേണം എന്ന് ചർച്ച. പള്ളി ആരുടെയാ? PV അബ്ദുൽ വഹാബിന്റെ വാപ്പ PV അബ്ദുൽ വഹാബ് അവർ നിർമ്മിച്ച പള്ളി, അവരുടെ സ്ഥലത്ത് നിർമ്മിച്ചത്, സമ്പത്ത് മുഴുവനും അവരുടേത്. അതിന്റെ ഉദ്ഘാടന സമയം വന്നപ്പോൾ ചർച്ച ആര് വേണം. ഉടനെ അവർ തീരുമാനിച്ചു ഓരൊക്കെ വഹാബികളാ. PV അബ്ദുൽ വഹാബ് മുജാഹിദുകാരനാ, അദ്ദേഹത്തിന്റെ പിതാവ് മുജാഹിദുകാരനാ. പക്ഷെ അവർ തീരുമാനിച്ചു പള്ളി നമ്മളെ സലഫികളും മുജാഹിദുകാരും ഒക്കെയാണ്, നമ്മുടെയൊക്കെ പള്ളിയെങ്കിലും ഇതിന്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന മക്ക സുന്നി, അത് പറയണ്ടല്ലോ, തങ്ങൾ തന്നെ ആകട്ടെ എന്ന് അവർ തീരുമാനിച്ചു. വഹാബി എവിടെ? വഹാബീസോടെ പോയി അവരുടെ വഹാബീസം തങ്ങളെ കണ്ടപ്പോൾ വേണ്ടാന്ന് വെച്ചു. അതിലൂടെ കാസിമി വേറൊരു വർത്താനം കൂടി പറയുന്നുണ്ട്. അതെന്താ? അവിടെ അന്ന് പാണക്കാട് തങ്ങളോ പള്ളി ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ തിക്കും തിരക്കിലും പെട്ട് ഏതോ വഹാബികള് ഈ പള്ളി തങ്ങളുടെ ചെരുപ്പെടുത്തുള്ളൂ. തങ്ങളുടെ ചെരുപ്പ് കാണാനില്ല. പിന്നെ ചർച്ച വന്നപ്പോ ആരൊക്കെയോ പറഞ്ഞു തങ്ങളുടെ ചെരുപ്പിന്റെ ബർക്കത്ത് കിട്ടില്ലെന്ന് വിചാരിച്ച് ഞാൻ എടുത്തുകൊണ്ട് പോയതാ. കാര്യം ഞാൻ മുജാഹിദാണെങ്കിലും തങ്ങളുടെ ചെരുപ്പിനൊരു ബർക്കത്തുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞു എന്ന് കാസിമിയ പറയണേ, ഞാനല്ല. എനിക്ക് ആ കാലത്ത് അവിടെ ഒന്നും പരിചയമില്ലല്ലോ. അപ്പോൾ ഈ കഥയൊക്കെ ഈ രാജ്യത്ത് എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗിൽ ഇന്നും മുജാഹിദുണ്ട്, അന്നും മുജാഹിദുണ്ട്, എന്നും ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, ഇന്നും ജമാഅത്ത് ഇസ്ലാമി. മുസ്ലിം ലീഗ് ഒരു സുന്നിയുടെയോ ഒരു സാധനത്തിന്റെ സംഘടനയല്ല. അത് മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളില് ഈ സമുദായത്തിന് ആവശ്യമായ ആവശ്യങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ നിയമം നിർമ്മിക്കുന്ന സഭകളിൽ മുസ്ലിങ്ങളുടെ കാര്യം പറയാനുള്ള ഒരു പ്രതിനിധികളെ നിയമസഭയിൽ അയക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന തത്വം
PMS പൂക്കോയ തങ്ങൾക്കും ബാഫക്കി തങ്ങൾക്കും മുജാഹിദ് നേതാവായ KM മൗലവിക്കും സീതി ഹാജിക്കും ഇടവെള്ളക്ക അവർക്കൊക്കെ ഉണ്ടായി. അതിന്റെ പിന്തലമുറയാണ് ഈ കണ്ടുവരുന്നത്. ഇന്നത്തെ ഐക്യവും യോജിപ്പും അതൊക്കെ തന്നെയാണ്. ഇന്നും മുജാഹിദിന്റെ നേതൃത്വത്തിൽ ഒരുപാട് മുജാഹിദുകളുണ്ട് മുസ്ലിം ലീഗിന്റെ. ഇല്ലെന്ന് ആര് പറയുന്നു? ഉണ്ടേ. അത് അതിനു വേണ്ടി രൂപീകരിച്ചതാ. ഏതിനു വേണ്ടി? എല്ലാവരെയും സമ്മിശ്രമായി ഒരുമിച്ച് ചേർത്ത് പാർലമെന്റിലേക്ക്, നിയമസഭയിലേക്ക്, പഞ്ചായത്ത് ബോർഡിലേക്ക് ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ ചെന്ന് സമുദായത്തിന് വേണ്ടി പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടി. സുന്നിക്കല്ല, മുജാഹിദിനല്ല, ജമാഅത്ത് ഇസ്ലാമിക്കല്ല, മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കണേ. തറാവിഹ് എത്ര റക്അത്ത് വേണമെന്ന് പറയാനല്ല. അതിവിടെ പണ്ഡിത സംഘടന അവർ തീരുമാനിക്കും. നിങ്ങളെന്ത് ഈ പറയുന്ന എന്തുദ്ദേശത്തിലാന്ന് കേൾവിക്കാർക്കും വായിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞതാ. കാരണം 89 തെറ്റിപ്പോയ കാന്തപുരം വൻ വിജയം കരസ്ഥമാക്കി. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ സുന്നീസം പറഞ്ഞാൽ നമ്മുടെ പുറകിൽ ആൾക്കാർ കൂടും. നമുക്കും ഗൾഫിലൊക്കെ പോയി അറബികളെ കണ്ടുപിടിച്ച് എന്തെങ്കിലുമൊക്കെ ആകാം, കുറച്ച് സമ്പന്നതയിലൊക്കെ എത്താം. കാന്തപുരത്തിന് അതേ മാർഗം, ഇത്രയേ ഉള്ളൂ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനായി തക്ബീർ തൊഴിലാളികളെ ഉണ്ടാക്കി പട്ടിക്കാട് നടന്ന സമ്മേളനം. ജിഫിരി തങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവിടെ കൈയടിക്കാൻ തക്ബീർ ചെല്ലാൻ കുറെ ആൾക്കാർ. സാദിഖലി തങ്ങൾ പ്രസംഗിക്കുമ്പോൾ അത്രയും ആളുകൾ സഭ വിട്ട് ഇറങ്ങി പോവുക. അറേഞ്ച്മെന്റ്. പട്ടിക്കാട് പ്രസംഗത്തിൽ സാദിഖലി പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇറങ്ങിപ്പോരണം. ജിഫിരി പ്രസംഗിക്കുമ്പോഴും എല്ലാവരും തക്ബീർ ചെല്ലണം. അറേഞ്ച്മെന്റ്. ഇതൊക്കെ ആസൂത്രിത പദ്ധതിയുടെ പരിണിത ഫലമാണെന്ന് മനസ്സിലാകാത്ത മലയാളിയുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അന്ന് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനായി SKSSF ക്ലാസ്സിലൂടെ മാത്രം കേരളത്തിലെ ജനം അറിഞ്ഞ കാസിമി മൂത്തേടം ഇന്ന് രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിനെ പുച്ഛിക്കുന്ന പ്രാസംഗികനാ. അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാട് ഇന്ന് ഞാൻ കേൾപ്പിക്കൂ, നിങ്ങൾ കേട്ടു നോക്ക്. അവർ എല്ലാ വിഭാഗങ്ങളെയും, പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, മതചിന്തകളിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സഹിഷ്ണുതാ മനോഭാവം പഴയ കാലത്തുണ്ടായിരുന്നു. ഇത് വലിയ വലിയ നേതാക്കളൊക്കെ മരിച്ചു പോയപ്പോൾ മെല്ലെ മെല്ലെ നമ്മളെപ്പോലത്തെ ചെറുപ്പക്കാർ വഴിയൊക്കെ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. പഴയ ആളുകൾക്കൊക്കെ എന്താണെങ്കിലും ഒരു സഹിഷ്ണുത ഉണ്ടായിരുന്നു. അവരെല്ലാം ഒന്നാണ്. എന്ത് കേരളത്തിൽ മുജാഹിദിനും സുന്നിക്കും 2 ദിവസം പെരുന്നാളായി. എടവണ്ണ മഹല്ലിന്റെ പ്രസിഡന്റാണ് സീതി ഹാജി പറഞ്ഞു, ഞാൻ മഹല്ല് പ്രസിഡന്റ് ഒക്കെ തന്നെയാണ്, പക്ഷേ പാലക്കാട്ട് പൂക്കോയന്റെ മകന് എന്നാണോ പെരുന്നാള് അന്നാണ് സീതിക്ക് പെരുന്നാള്. അത് വേറെ വിഷയം. എനിക്ക് അവിടെ പിൻപറ്റാൻ പറ്റിയ ഒരാളുണ്ട്. നിങ്ങൾ ചിന്തിക്ക്, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കേരളത്തിലല്ല പിന്നെ എവിടെയുള്ളത്? ജാമിഅ നബവിയ്യയുടെ പ്രസിഡന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ മുജാഹിദ് വിഭാഗത്തിലെ സ്ഥാപനമായ ജാമിഅ നബവിയ്യയുടെ പ്രസിഡന്റ് എടവണ്ണ മഹല്ല് പ്രസിഡന്റ്. സുന്നി മുജാഹിദ് പെരുന്നാൾ 2 സീതിയായി പ്രഖ്യാപിച്ചു. മുജാഹിദിന്റെ പെരുന്നാൾ നാളെയാണ്, സീതിക്ക് പെരുന്നാൾ ഇന്നാണ്. കാരണം പാലക്കാട്ടെ പൂക്കോയയുടെ മകന് എന്നാണോ പെരുന്നാള് അന്നാണ് എനിക്ക് പെരുന്നാള്. ഇത് ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഇവിടെ അനർത്ഥങ്ങൾ ഉണ്ടാവില്ല. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. പക്ഷെ നമ്മൾ എന്ത് വേണമെന്നറിയോ? നമ്മൾ ലേശം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങളൊന്ന് താഴേക്കിറങ്ങി നിന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ അഡ്ജസ്റ്റിന് മെല്ലെ 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 പോവുക. എന്താ കാരണം എന്നറിയോ? എന്നെ പോലത്തെ പുതിയ പുതിയ ചരിത്രയാക്കിയ കുട്ടികൾ വന്നു. അപ്പൊ ഞാനിപ്പോ നമ്മൾ കുറച്ച് വയറിലൊക്കെ ഉണ്ട് കിട്ടിയപ്പോ എല്ലാം കൂടി ഒന്ന് ഉഷാറായപ്പോ എനിക്ക് പിന്നെ എന്റെ മുമ്പുള്ളതൊന്നും നോക്കേണ്ടതില്ലല്ലോ. 40ാമത്തെ പടിയിൽ കയറി നിൽക്കുന്നവന് 39 പടി ചവിട്ടിയിട്ടാണ് 40ാമത്തെ പടിയിൽ കയറിയത് എന്നൊരു ആലോചന വേണം. ഇതെങ്ങനെ ഇവിടെ ഉണ്ടായതെന്ന് ചിന്തിക്കാം. ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു? കേട്ടല്ലോ, ഇതാണ് അന്നത്തെ നിലപാട് കാസിമിയുടെ. ഇന്നത്തെ നിലപാട് ഇങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ നിലപാട് രാഷ്ട്രീയക്കാരാണ്. ഇന്നത്തെ നിലപാട് അടുത്തൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വിശദമായിട്ട് പറയാം. ഒരു പ്രസംഗം ഞാൻ അദ്ദേഹത്തിന് കേൾക്കാനിടയായി. എന്താ അദ്ദേഹം പറയുന്നതെന്നറിയാമോ?
അറബികളാകുന്ന വഹാബികളുടെ പൈസ വാങ്ങി അല്ലെങ്കിൽ വഹാബികളായ അറബികൾ നേരിട്ട് പണിതിട്ടുള്ള ഒരൊറ്റ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. അറബികളുടെ കാശ് അങ്ങനെ വരുമ്പോൾ അറബികളുടെ പൈസ ഇല്ലാത്ത എന്തെങ്കിലും ഒരു പള്ളി, ഏതെങ്കിലും ഒരു മദ്രസ, ഏതെങ്കിലും ഒരു യത്തീംഖാന ഉണ്ടാവും. രണ്ടാറുകര യത്തീംഖാനയുണ്ട്. ഞങ്ങൾ ഇതിനില്ല. ഇതിന് ഞങ്ങൾ അറബികളെ ആരെയും കൊണ്ടുവന്നിട്ടുള്ള അറബികളുടെ കാശ് മേടിച്ചിട്ടില്ല. പക്ഷെ അറബികളുടെ കാശ് ഞങ്ങൾ ഡയറക്റ്റ് മേടിച്ചില്ലെന്ന് പറഞ്ഞില്ല. ഞങ്ങൾക്ക് കാശ് തരുന്നവരുടെ കാശ് അറബികളുടെയാണ്. അതല്ലേ അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഡയറക്റ്റ്ലി അറബികളുടെ പൈസ നേർക്ക് നേരെ വരാത്ത പള്ളിയും അറബികൾ നേരിട്ട് പണിയാത്ത പള്ളിയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മഹലിൽ ആ അറബ് നാട്ടിൽ ജോലിയുള്ള ധാരാളം ആളുകളുണ്ട്, അവരുടെ പൈസയാണ്. അങ്ങനെ അറബ് നാട്ടിൽ പണിയുകയും അവരുടെ പൈസ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഉപയോഗിക്കാത്ത ഒരു പള്ളിയും ഒരു സ്ഥാപനവും ഇന്ന് കേരളത്തിലില്ല. അപ്പൊ കാസിമിയുടെ ഭാഷയിൽ നിൽക്കിരിക്കാനും പറ്റൂല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.